ചില നാളുകൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ ഒരു ഫാമിലി യങ് കപ്പിൾസിനെ ഞാൻ കൗൺസിൽ ചെയ്തത് പെട്ടെന്ന് ഞാൻ ഓർത്തു പോകുകയാണ്. വളരെ ചെറുപ്പമായ രണ്ട് യുവാക്കൾ, 2 കുഞ്ഞുങ്ങൾ അവർക്കുണ്ട്. വളരെ ചെറിയ സമയത്ത് തന്നെ വീട്ടിൽ പെട്ടെന്ന് പ്രശ്നമായി, ഫാമിലിയിൽ വലിയ കലഹമായി, പരസ്പരം യോജിച്ചു പോകാൻ കഴിയാത്ത സിറ്റുവേഷനിലായിരിക്കുന്നു. ഞാൻ ആ സ്ഥലത്ത് ചെന്നപ്പോൾ അവർ എൻ്റെ അടുക്കൽ കൗൺസിലിങ്ങിന് വേണ്ടി കടന്നു വന്നു. 2 പേരും ഒരുമിച്ച് വന്നു. 2 പേരും എൻ്റെ മുന്നിലിരിക്കുകയാണ്. ഞാൻ അവരോട് വിവരങ്ങൾ അന്വേഷിച്ചു. എന്താ പ്രശ്നം, എന്തുണ്ടായി, എന്താ കാരണം? ഞാൻ ചോദിച്ച ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമായി 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനും വാദിക്കാനും എൻ്റെ മുന്നിൽ വെച്ച് തന്നെ അടിയിടാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി, ഞാൻ കൗൺസിൽ ചെയ്ത് നേരെയാക്കത്തില്ല. ഇവരുടെ സംഭാഷണത്തിനിടയിൽ ഇവർ ഇത്ര അകലമുള്ളത് കുറച്ചുകൂടെ അകലമായി എന്നെ വിട്ടുപോകുമെന്ന് മനസ്സിലായി. ഞാനതുകൊണ്ട് ആ സഹോദരിയോടും പറഞ്ഞു, നിങ്ങൾ പരസ്പരം അടിയിടേണ്ട, ഒരു കാര്യം ചെയ്യ്, 2 പേരും വെളിയിലോട്ട് ഇറങ്ങിപ്പോയിട്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ച് ഓരോരുത്തരായി എൻ്റെ അടുത്തോട്ട് വരാൻ പറഞ്ഞു. ആദ്യം ആ സഹോദരൻ തന്നെ കടന്നു വന്നു. സഹോദരൻ വന്നു, എന്നോട് സംഭാഷിക്കാൻ തുടങ്ങി. ഞാൻ വിവരങ്ങളൊക്കെ അന്വേഷിച്ചു, കുടുംബ പ്രശ്നത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ അന്വേഷിച്ചു. അയാൾ എന്നോടെല്ലാം പറഞ്ഞു. അവസാനമായി ഇദ്ദേഹം ഇപ്രകാരമായി എന്നോട് പറഞ്ഞത്, പാസ്റ്റർ, എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു, നല്ല സ്നേഹമുണ്ടായിരുന്നു. വിവാഹ നാളിൽ എന്നോട് കാണിച്ച സ്നേഹം അതൊരിക്കലും എനിക്ക് മറക്കാൻ കഴിയത്തില്ല. ഞാൻ ചോദിച്ചു, ഇപ്പം എന്നെ പറ്റി? അയ്യോ പാസ്റ്ററെ, എൻ്റെ ഭാര്യയുടെ സ്നേഹം കുറഞ്ഞു പോയി. ഞാൻ ചോദിച്ചു, അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അത് എനിക്കറിയാം, എനിക്കത് മനസ്സിലാകുന്നുണ്ട്, ഞാനത് മനസ്സിലാക്കുന്നുണ്ട്, എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എപ്പോൾ തൊട്ടാണ് നിങ്ങളത് മനസ്സിലാക്കാൻ തുടങ്ങിയത്? ഈ സഹോദരൻ ഇങ്ങനെയാണ് പറഞ്ഞത്, കല്യാണ നാളിൽ നല്ല സ്നേഹമുണ്ടായിരുന്നു, പക്ഷേ 2 കുഞ്ഞുങ്ങളുണ്ടായ ശേഷം ഭാര്യയ്ക്ക് എന്നോടുള്ള സ്നേഹം അമ്പേ കുറഞ്ഞു പോയി. പ്രശ്നം മനസ്സിലായി. അവരുടെ തന്നെ നിഗമനങ്ങൾ ഞാൻ മനസ്സിലാക്കി. ആ സഹോദരനെ ഞാൻ വെളിയിലോട്ട് വിട്ടു. അതിനുശേഷം സഹോദരിയോട് വരാൻ പറഞ്ഞു. സഹോദരി വന്നു, പൊട്ടിക്കരച്ചിലോടെ പല കാര്യങ്ങൾ പറഞ്ഞു. അവസാനം ആ സഹോദരി ഇങ്ങനെയാ പറഞ്ഞത്, പാസ്റ്ററെ, എൻ്റെ ഭർത്താവിന് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. വിവാഹ നാളുകളിൽ താൻ കാട്ടിയ സ്നേഹം എനിക്കത് മറക്കുവാൻ കഴിയാത്ത സ്നേഹമാണ്, നല്ല സ്നേഹമായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹം കുറഞ്ഞു പോയി. ഞാൻ ചോദിച്ചു, നിങ്ങൾക്കത് എങ്ങനെ മനസ്സിലായി? അതേ പാസ്റ്റർ, എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്ന് തൊട്ടാ നിങ്ങൾക്കത് മനസ്സിലായേ? ഈ സഹോദരി പറയുക, 2 കുഞ്ഞുങ്ങളുണ്ടായ ശേഷം എൻ്റെ ഭർത്താവിന് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോയി. അയ്യോ, ഇതെന്ത് എളുപ്പമുള്ള പരിപാടി! ഈ കുടുംബത്തെ കൗൺസിൽ ചെയ്യാൻ തുടങ്ങിയ എനിക്ക് ഈ കൗൺസിലിംഗ് വളരെ ഈസി ആയിട്ട് തോന്നി. കാരണം പ്രശ്നം ഒന്ന്, കാരണം ഒന്ന്, നിഗമനവും ഒന്ന്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? 2 പേരുടെയും നിഗമനം ഒന്നാണ്. എവിടെ തുടങ്ങി, എന്ന് തുടങ്ങി, എന്താണ് കാരണമെന്ന് ഞാൻ അങ്ങോട്ട് പറയാതെ അവർ ഇങ്ങോട്ട് പറഞ്ഞിരിക്കുക. ഞാൻ 2 പേരോട് ഒരുമിച്ച് വിളിച്ചു, ഞാൻ അവരോട് സംസാരിച്ചു. എന്താ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം? വിവാഹ നാളിൽ നല്ല സ്നേഹമുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളുണ്ടായ ശേഷം സ്നേഹം കുറഞ്ഞു പോയി. ഇന്ന് രാത്രിയിൽ ഇതേ പ്രശ്നത്തോടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിൽ സ്നേഹക്കുറവ് കാട്ടുന്ന കുടുംബങ്ങൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആഴമായി തിരിച്ചറിയാൻ ഈ തിരുവചനത്തിൻ്റെ സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഇവിടെ കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ സ്നേഹം കുറഞ്ഞു. ഇവിടെ സ്നേഹം ഡിവൈഡ് ചെയ്യപ്പെട്ടു എന്ന നിഗമനമായി ഇവർക്കുള്ളത്. എന്നാൽ അങ്ങനെയല്ല. സ്നേഹമല്ല ഡിവൈഡ് ചെയ്യപ്പെട്ടത്, സമയമാണ് ഡിവൈഡ് ചെയ്യപ്പെട്ടത്. പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? വിവാഹ നാളിൽ ഹസ്ബൻഡും വൈഫും മാത്രമുള്ള സമയം, ഹസ്ബൻഡിന്റെ പൂർണ്ണ സ്നേഹം വൈഫിന്, ഭാര്യയുടെ പൂർണ്ണ സ്നേഹം ഭർത്താവിന്, അവർക്ക് ഇടയിൽ മറ്റാരുമില്ല. അങ്ങനെ ഒരു അനുഭവത്തിൽ പൂർണ്ണ സ്നേഹം കൊടുത്തവരുടെ ഇടയിലേക്ക് കുഞ്ഞുങ്ങൾ വന്നപ്പോൾ അവരുടെ ടൈം, അവരുടെ സമയം വേർതിരിക്കാൻ തുടങ്ങി. കുഞ്ഞുങ്ങൾക്ക് കുറച്ച് സമയം പോയി, ഭർത്താവിന് കുറച്ച് സമയം പോയി, കുഞ്ഞുങ്ങളെ നോക്കാൻ വീട്ടുകാര്യങ്ങൾക്ക് കുറച്ച് സമയം പോയി. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതാണ് പല കുടുംബങ്ങളിലും ഈ നാളുകളിൽ നടന്നു വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. എന്താ ഇവിടെ ഇസ്രായേലിനോടുള്ള കൽപ്പനകൾ ദൈവം പറയുന്നത്? അവർ തിരുവചനത്തിന്റെ വെളിപ്പാടിനോട് പ്രതികരിക്കേണ്ടതിനെ കുറിച്ച് പറയുമ്പോൾ ദൈവം ശക്തമായൊരു വെളിപ്പാട് മുന്നിൽ കൊണ്ടുവെക്കുന്നുണ്ട്. എന്താ ദൈവം പറയുന്നത്? നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ സ്നേഹിക്കണം. എന്നാ കാരണം? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അതാണ് യഥാർത്ഥ വെളിപ്പാട്. നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. 10 പേരിൽ ഒരുവൻ എന്നല്ല പറഞ്ഞേ. എത്ര പേര് ആമേൻ പറയും? 1000ങ്ങളുടെ കൂട്ടത്തിൽ ഒരുവൻ എന്നല്ല പറഞ്ഞത്. നിന്റെ ദൈവം ഏക കർത്താവാകയാൽ നിന്റെ പൂർണ്ണമായ സ്നേഹം അത് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല, അത് പങ്കുവെക്കേണ്ട കാര്യമില്ല. നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിലുള്ള പരിപൂർണമായ സ്നേഹം സഹോദര സഹോദരി, ദൈവത്തിന്റെ ആത്മാവിന്റെ അതിശയം നിന്റെ ശരീരത്തിൽ നിന്ന് രാത്രിയിൽ വെളിപ്പെടാൻ പോകുകയാ. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? പരിപൂർണമായ നിന്റെ ഹൃദയത്തിനകത്തുള്ള സ്നേഹം ഒട്ടും മറച്ചു വെക്കാതെ ഇന്നു രാത്രിയിൽ ദൈവത്തിന് നീ വിട്ടുകൊടുത്താൽ, ആണ്ടുകളായി നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ഇന്നു രാത്രിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തുടങ്ങും. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്.
ദൈവം ആഗ്രഹിക്കുന്നത് ഭാഗിക സ്നേഹമല്ല, പരിപൂർണമായ സ്നേഹമാണ്. ഈ കാര്യത്തെക്കുറിച്ച് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ശാസ്ത്രിയുടെ ചോദ്യത്തിന് ഉത്തരമായി കൊടുക്കുമ്പോൾ 2 കൽപ്പനകളെ ഒരുമിച്ച് ചേർത്താ പറയുന്നത്. വേദപുസ്തകത്തിലെ അനുഷ്ഠിക്കപ്പെടേണ്ട കൽപ്പനകളുടെ കൂട്ടത്തിലെ നമ്മൾ തരംതിരിച്ചാൽ 2 വിഭാഗമായി നിർത്തിയാൽ ആ 2 വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കൽപ്പനകൾ, ഒന്ന് ദൈവമായ കർത്താവ്, ഏക കർത്താവ്, അവനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക. 2 മനുഷ്യനോടുള്ള ബന്ധത്തിൽ അനുവർത്തിക്കേണ്ടുന്ന ദൈവ പൈതനൊരു കടമയുണ്ട്. യേശുവിന്റെ കൽപ്പനകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ സുവിശേഷങ്ങൾ 4ലും വളരെ ചിതറപ്പെട്ട് കിടക്കപ്പെടുന്ന അനവധി കൽപ്പനകളുണ്ട്. ഏകദേശം വേദശാസ്ത്രികളുടെ അഭിപ്രായം അനുസരിച്ച് ഏകദേശം 50ഓളം വരുന്ന കൽപ്പനകളാണ് യേശു മനുഷ്യർക്ക് നൽകിക്കൊടുക്കുവാനിടയായി തന്നത്. 1, സ്വന്തം ജീവിതത്തിൽ അനുഷ്ഠിക്കപ്പെടേണ്ട കൽപ്പനകൾ. 2, ദൈവത്തോടുള്ള ബന്ധത്തിൽ അനുഷ്ഠിക്കേണ്ട കൽപ്പനകൾ. 3, മനുഷ്യനോടുള്ള ബന്ധത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട കൽപ്പനകൾ. 1, ദൈവത്തോടുള്ള ബന്ധത്തിൽ അനുഷ്ഠിക്കേണ്ട കൽപ്പനകളുടെ കൂട്ടത്തിൽ മാനസാന്തരപ്പെടുക എന്നോ, വിചാരപ്പെടാതെ ആനന്ദിക്കുക എന്നോ, സൽഗുണ പൂർണ്ണരാകുക എന്നതോ, സ്വയം നിയന്ത്രിക്കുക എന്നതോ, ജീവിതത്തെ സൂക്ഷിക്കുക എന്നതോ, സ്വർഗത്തിൽ നിക്ഷേപിക്കുക എന്നുള്ളതോ, ഇടുക്കുവഴിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതോ, നുകത്തെ ചുമക്കുക എന്നുള്ളതോ, നിത്യതയ്ക്കായി കാത്തിരിക്കുക എന്നുള്ളതോ, ഇങ്ങനെ നിരവധിയായ 20ഓളം വരുന്ന കൽപ്പനകൾ യേശു ഒരു വിഭാഗമായി നിർത്തി പലയിടത്ത് മാറി മാറി പ്രതിപാദിക്കുന്നു. മറുഭാഗത്ത് ദൈവത്തോട് അനുഷ്ഠിക്കേണ്ട അഥവാ റെവലേഷനോടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന വണ്ണം, വെളിപ്പാടിനോടുള്ള പ്രതികരണം എന്ന വണ്ണം നമ്മൾ ചെയ്യേണ്ട ചില കൽപ്പനകളുണ്ട്. ഇന്ന് രാത്രിയിൽ അത് ചെയ്യാൻ ദൈവവൈദ്യർ തയ്യാറായാൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാ. എന്താണ് ഈ കാലഘട്ടത്തിന്റെ പ്രശ്നം? വെളിപ്പാടിന്റെ ആധിക്യം നമുക്കുണ്ട്, നമ്മുടെ വിശ്വാസികൾക്കുണ്ട്, പ്രതികരിക്കാൻ തയ്യാറല്ല. അതർവരാമൻ പറയും ഈ കാലഘട്ടത്തിന്റെ പ്രശ്നം അതാണ്. വെളിപ്പാട് യഥേഷ്ടമായി ലഭിക്കപ്പെടുന്നു. ദൈവിക വെളിപ്പാടിന്റെ പരിപൂർണത മനസ്സിലാക്കി ആരും രാത്രിയിൽ അതിനോട് പ്രതികരിക്കാൻ തയ്യാറാകുമോ, റെസ്പോൺസിബിലിറ്റി വെളിപ്പെടുത്താൻ തയ്യാറാകുമോ, ഒരത്ഭുതവുമായി ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടാൻ പോകുകയാ. അതാണ് യഥാർത്ഥ ദൈവവചനത്തിന്റെ ശക്തി. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തോടുള്ള ബന്ധത്തിൽ അനുഷ്ഠിക്കേണ്ട നിത്യജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ജീവിതത്തിൽ അടിസ്ഥാനമായ ചില ഘടകങ്ങൾ അനുഗമിക്കുക, ദൈവിക നിയമങ്ങളെ ബഹുമാനിക്കുക, ദൈവരാജ്യത്തെ അന്വേഷിക്കുക. മുട്ടുവീൻ തുറക്കപ്പെടും, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, കണ്ടെത്തും എന്നിങ്ങനെ തുടങ്ങി 15ഓളം വരുന്ന കൽപ്പനകൾ ദൈവവുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ പ്രതികരണം എങ്ങനെ ചെയ്യണമെന്ന് ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. 3ാമത്തെ കൂട്ടത്തിൽ വരുമ്പോൾ അഥവാ മനുഷ്യനോടുള്ള ബന്ധത്തിൽ വെളിപ്പാട് കിട്ടിയ ദൈവ പൈതൽ എങ്ങനെ പ്രതികരിക്കണമെന്ന്, ഒന്നുകൂടെ ആഴമായി പറഞ്ഞാൽ സമുദായത്തോടുള്ള ബന്ധത്തിൽ ദൈവ പൈതൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് പറയുന്ന കൂട്ടത്തിൽ പ്രകാശിക്കുക, നിരപ്പ് പ്രാപിക്കുക, വാക്ക് സൂക്ഷിക്കുക, വിധിക്കാതിരിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് ചെയ്യുക, പ്രസംഗിക്കുക, ശിക്ഷ്യരാക്കുക എന്നിങ്ങനെ നിരവധിയായ ഏകദേശം 14 വരുന്ന പ്രധാന കൽപ്പനകൾ പിരിവുകളും ഉപപിരിവുകളുമായി വരുന്ന ഈ 14 കൽപ്പനകളുടെ കൂട്ടത്തിൽ യേശു കൊണ്ടുവച്ച ന്യായപ്രമാണത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു കൽപ്പനയുണ്ട്. ന്യായപ്രമാണത്തിൽ പറയുന്നു കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. യേശു പറഞ്ഞപ്പോൾ അത് മാത്രമായില്ല, ശത്രുവിനെ നീ സ്നേഹിക്കുക. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇത് തർക്കിക്കാൻ വന്ന സദൂക്യർക്കുള്ള അടിയ, തർക്കിക്കാൻ വന്ന ന്യായശാസ്ത്രിക്കുള്ള അടിയ. എന്താ അവരുടെ പ്രത്യേകത? യഹൂദന്മാരുടെ നിയമസംഹിതയ്ക്കകത്ത് കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന കൺസെപ്റ്റ് അകത്ത്, 4 ചുമരിനകത്ത് യഹൂദനെ സ്നേഹിക്കുക എന്ന കൺസെപ്റ്റിനകത്ത് ഒതുങ്ങി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ യേശു വിളിച്ചു പറയുക, ഈ കാലഘട്ടത്തിന്റെ ആവശ്യം സമുദായത്തെ ആഴമായി തിരിച്ചറിഞ്ഞ് സമുദായത്തോട് സ്നേഹം പുലർത്തുവാൻ ഒരു വ്യക്തി തയ്യാറായാൽ ഇന്ന് രാത്രിയിൽ വിടുതൽ വെളിപ്പെടുവാനിടയാകും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സമുദായത്തോട് കൂറുകാട്ടുന്ന ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരിയുടെ ഇവിടെ നിന്ന് എനിക്കിത് പ്രസംഗിക്കാൻ കിട്ടിയത് അതൊരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സമുദായത്തോട് സ്നേഹബന്ധം പുലർത്തുവാൻ, സമുദായത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, സമുദായത്തിന്റെ പ്രതികൂലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിലരെ ആശ്വസിപ്പിക്കുവാൻ ആര് തയ്യാറാകുമോ, ദൈവരാജ്യത്തിന്റെ അളവിൽ വ്യത്യാസമുണ്ടാകാൻ പോകുകയാ. ഞാൻ പറയുന്നത് ആത്മാവിൽ തിരിച്ചറിയുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. തിരുവെഴുത്തിന്റെ യഥാർത്ഥമായ വെളിപ്പാട് സമുദായത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ സഭകൾ പ്രതികരിക്കാൻ തുടങ്ങിയാൽ ആയിരങ്ങൾ കർത്താവിനെ തേടിയെത്തുന്ന ദിനങ്ങൾ അടുത്തിരിക്കുന്നു എന്ന് ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാ.
പഴയ കാലം കഴിഞ്ഞു. വചനം വായിച്ചത് കൊണ്ട് മാത്രം അർത്ഥമില്ല. വചനത്തിന്റെ ശക്തിയെ ഇന്നു രാത്രിയിൽ തിരിച്ചറിയുവാൻ, തിരുവെടുത്തിനെ ആര് തിരിച്ചറിയുവാൻ ഇടയാകുമ്പോ ദൈവത്തിന്റെ അത്ഭുതം നിന്റെ കുടുംബത്തിൽ നടക്കാൻ പോകുകയാ. ഒരു എക്സാമ്പിൾ നമുക്കറിയാം. യേശുവിന്റെ കാലഘട്ടത്തിൽ തന്നെ യേശുവിന് പ്രാധാന്യം കൊടുത്തിരുന്നു. എന്താ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ? ശതാധിപന്റെ കുടുംബത്തിലേക്ക് ശതാധിപന്റെ ദാസന് വിടുതൽ കൊടുക്കേണ്ടതിന് യേശുവിന്റെ അടുക്കൽ അപേക്ഷയുമായി വന്ന മുപ്പന്മാരോട് ചേർന്ന് യേശു പോകാനുള്ള ഒരൊറ്റ റീസൺ ഉണ്ട്. എന്താ? അവൻ നമ്മുടെ സമുദായത്തെ സ്നേഹിക്കുന്നു. ചുരുക്കരുതേ, മലയാള ഭാഷയിൽ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, പക്ഷെ ഒറിജിനൽ വേർഷനിൽ അങ്ങനല്ല. അവൻ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഇന്ത്യയെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ട്? ഞാനത് വെറുതെ പ്രസംഗിക്കുന്നതല്ല. ഇന്ത്യയുടെ വില്ലേജുകളെ സുവിശേഷീകരിപ്പാൻ, ഇറങ്ങിത്തിരിപ്പാൻ കർത്താവ് എനിക്ക് അവസരം തന്നതുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നത്. ഇന്ത്യയെ സ്നേഹിപ്പാൻ, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ഇന്ത്യയിലെ പാവപ്പെട്ടവരെ ഓർക്കുവാൻ, അവർക്ക് വേണ്ടി കരയുവാൻ, അവർക്ക് വേണ്ടി ഉപവസിപ്പാൻ ദൈവപൈതൽ തയ്യാറായാൽ ആത്മാക്കളുടെ ക്ഷാമം ദൈവസഭ കണ്ടുമടുത്തത് അത് മാറുന്ന ദിനങ്ങൾ അടുത്തിരിക്കുകയാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അത് വേങ്ങൂരിൽ നടക്കാൻ പോകുകയാ, അത് നിലമേലിൽ നടക്കാൻ പോകുകയാ, അത് കിളിമാനൂരിൽ നടക്കാൻ പോകുകയാ. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത സാമൂഹിക പ്രതിബദ്ധതയോട് ദൈവജനം ഉണരപ്പെടുവാൻ, യേശുവിന്റെ കൽപ്പന അനുസരിപ്പാൻ ഇന്ന് രാത്രി ചില തയ്യാറായാൽ അണപൊട്ടി പുറത്തു വരുന്ന പ്രവാഹം പോലെ ആത്മാക്കളുടെ വലിയൊരൊഴുക്ക് ദൈവസഭകളിലേക്ക് വെളിപ്പെടുവാൻ പോകുന്നു എന്ന് ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ദർശിക്കുകയാ. എത്ര പേർ അതിന് തയ്യാറാകുന്നുണ്ട്? അങ്ങനെ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ആത്മാവിൽ പറയുന്നു, 23ാമത് ചെറുവക്കൽ കൺവെൻഷൻ കർത്താവിന്റെ വരവ് താമസിച്ചാൽ ആയിരങ്ങളായി സ്ഥലം പോരാതെ വണ്ണം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് സ്വർഗത്തിലൊന്നേക്കും സ്ഥിരമായ ദൈവവചനത്തിന്റെ ശക്തി ഗ്രൗണ്ടിൽ വെളിപ്പെടുവാൻ പോകുകയാ. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. എന്തിനായി കൽപ്പനകൾ? എന്തിനായി പ്രമാണങ്ങൾ? വെളിപ്പാട് മാത്രം പോരെ. വെളിപ്പാട് മാത്രം വെക്കാതെ വെളിപ്പാടിനോടുള്ള റെസ്പോൺസിബിലിറ്റി വചനത്തിൽ കൊണ്ടുവന്നത് നിങ്ങളെ ഉടച്ചു കളയാനല്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദര, ദൈവത്തിൻ്റെ അയ്യോ ഈ കൽപ്പന എന്നോണ്ട് പാലിക്കാൻ പറ്റില്ല എന്ന് പറയരുത്. ഇങ്ങനെ പാലിക്കാൻ പറ്റാത്ത കൽപ്പനകളൊന്നും ദൈവം തന്നിട്ടില്ല. പാലിക്കാൻ പറ്റുന്ന കൽപ്പനകൾ എന്തിനു വേണ്ടിയാ? ഉടച്ചു കളയാനല്ല, പണിതെടുക്കാൻ വേണ്ടി, നല്ല വിശ്വാസിയാക്കാൻ. ഈ വചനം കേൾക്കുന്നവർ, ചെറുവക്കൽ ഗ്രൗണ്ടിൽ വന്ന് സുവിശേഷം കേൾക്കുന്ന ഒരു വ്യക്തിയും സാധാരണ വിശ്വാസിയായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇതൊരു സാധാരണ കൺവെൻഷൻ അല്ല, ഇതൊരു സാധാരണ മീറ്റിംഗ് അല്ലാത്തതിനാൽ, സാധാരണ കൺവെൻഷൻ അല്ലാത്തതിനാൽ ഇവിടെ വന്ന് വചനം കേൾക്കുന്ന ദൈവമക്കളും അസാധാരണത്വമുള്ള ദൈവമക്കളായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. എത്ര പേർ അതിനു വേണ്ടി തയ്യാറാകുന്നുണ്ട്? എത്ര പേർ തിരുവചനത്തോട് പ്രതികരിക്കാൻ തയ്യാറാകുന്നുണ്ട്? കൽപ്പനകൾ നല്ലതിന്, അത് അനുഗ്രഹത്തിന് വേണ്ടിയുള്ളതാ. കൽപ്പനകൾ നന്മയ്ക്ക് വേണ്ടിയുള്ളതാ. നമ്മൾ പുതിയ നിയമ ഇസ്രായേലാ. എന്താ പുതിയ നിയമ ഇസ്രായേലായ നമ്മുടെ ലക്ഷ്യം? പുതിയ നിയമ ഇസ്രായേലായ നമ്മുടെ ഓട്ടത്തിനൊരു ലക്ഷ്യമുണ്ട്, നമ്മുടെ ആരാധനയ്ക്കൊരു ലക്ഷ്യമുണ്ട്, നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു ലക്ഷ്യമുണ്ട്, നമ്മുടെ സുവിശേഷ കേൾവിക്കൊരു ലക്ഷ്യമുണ്ട്, വചന ധ്യാനത്തിനൊരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? രോഗശാന്തിയല്ല, അത്ഭുതമല്ല, അടയാളമല്ല, അതിനപ്പുറമായി നിത്യതയിൽ എത്തപ്പെടണമെന്നുള്ള അനുഗ്രഹത്തിന്റെ അവസ്ഥയാണ്. എത്ര പേർ അതിനു വേണ്ടി ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നുണ്ട്? ഇന്ന് രാത്രി നിത്യത ആഗ്രഹിക്കുന്നവർക്ക് വിടുതലുണ്ട്. യേശു ഈ ഭൂമിയിൽ വന്നത്, സുവിശേഷം അറിയിച്ചത് രോഗികളെ സൗഖ്യമാക്കാൻ വേണ്ടിയല്ല. യേശു ഈ ഭൂമിയിൽ വന്നത് ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കാൻ വേണ്ടി മാത്രമല്ല. ആ വിടുതൽ യേശു ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ, യേശുവിന്റെ വചനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിടുതൽ പ്രാപിച്ചവരെല്ലാം നിത്യതയിൽ എത്തണമെന്നുള്ളതാണ്. ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? നിത്യതയിൽ എത്തപ്പെടാതെ വചന കേൾവിക്കാരായി ഒതുങ്ങപ്പെടാനല്ല മാന്യ ശ്രോതാവേ, ദൈവദാസനെ, ദൈവദാസിയെ, സഹോദര സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞെ, നിന്നെ കർത്താവ് കണ്ടിരിക്കുന്നത് ദൈവവചനത്തിന്റെ ശക്തിയാൽ നിത്യതയുടെ അവകാശിയാകുവാൻ ദൈവം ഇന്ന് രാത്രി നിന്നെ കണ്ടിരിക്കുകയാണ്. കേവലം രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിച്ച്, കേവലം വിടുതലിന് വേണ്ടി മാത്രം ആഗ്രഹിച്ച് ദൈവപാദപീഠത്തിൽ നീ വന്നാൽ വിടുതലില്ലാത്ത നാടുകളിൽ ദൈവത്തിൽ നിന്ന് നീ അകന്നു പോകും. എന്നാൽ അത്ഭുതത്തെ കണ്ട് വചനത്തിൽ ഉറച്ച്, രോഗശാന്തി പ്രാപിച്ച് വചനത്തിൽ ഉറച്ച്, വചനത്തിൽ വേരോട്ടം കിട്ടിയ നിന്നെ തകർക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. എത്ര പേര് ആത്മാവിൽ തിരിച്ചറിയുന്നുണ്ട്? അപ്പോൾ ഒന്നാമത്തെ കൽപ്പന പഴയ നിയമ ഇസ്രായേലിനോട് മാത്രമല്ല, ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. സഹോദര, അത്ഭുതം കാണണമോ? സഹോദരി, വിടുതൽ കാണണമോ? നിന്റെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ നീ സ്നേഹിക്കുക.
ഇന്ന് രാത്രി അങ്ങനെ ചെയ്യാൻ ആര് ഈ ഗ്രൗണ്ടിൽ തയ്യാറാകുമോ? പ്രാർത്ഥിക്കുന്ന ഈ നേരത്തിൽ തന്നെ ദൈവവചനത്തിന്റെ ശക്തിയാൽ അത്ഭുതത്തിന്റെ ശക്തി നിന്റെ ശരീരത്തിലേക്ക് ഇപ്പോൾ തന്നെ ഇറങ്ങി വരാൻ പോകുകയാ. ഈ വചന ശുശ്രൂഷയുടെ നടുവിൽ തന്നെ ദൈവം നിന്നെ സൗഖ്യമാക്കാൻ പോകുകയാ. തിരുവെഴുത്തിന്റെ ശക്തി നിന്റെ ശരീരത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ പല കാര്യങ്ങളിലൂടെ നിന്നെ വഴിതെറ്റി മാറ്റി ദൈവത്തിന്റെ അടുക്കൽ നിന്നെ എത്തിക്കാതെ അകറ്റി മാറ്റുന്ന ശത്രുവിന്റെ സകല അധികാരങ്ങളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിയിൽ തകരുന്നത് ആത്മാവിൽ നിന്റെ കണ്ണാലെ ഇന്ന് രാത്രി നീ കാണാൻ പോകുകയാ. രാത്രി കർത്താവ് ചിലരെ വിടുവിക്കുകയാ. രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ അധികാരം ഈ ഗ്രൗണ്ടിലുണ്ട്. വചനത്തിന്റെ ശക്തി ഈ ഗ്രൗണ്ടിലുണ്ട്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി, തിരുവെഴുത്തിന്റെ അധികാരം, ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ചിലരെ സ്വതന്ത്രരാക്കാൻ പോകുകയാ. ഉഡാനാഗന ഹസ്തൽ പ്രവാദന അക്ഷതാലഗതനഗസിയാദന ഹത്തുല പ്രവർത്തന. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഒന്ന്, ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക. രണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം, ആവർത്തന പുസ്തകം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം കേൾക്കുക. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. ദൈവവചനം നിന്റെ ഹൃദയത്തിലിരിക്കണം. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട ദൈവവചനം ഹൃദയത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെടുമ്പോൾ അവിടെ അത്ഭുതം നടക്കും. കുറച്ചു പേരെ ആമേൻ പറഞ്ഞോളൂ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് ആമേൻ പറഞ്ഞാട്ട്, വചനത്തിന് മുന്നിൽ ആമേൻ പറഞ്ഞാട്ട്. സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ട വചനം. എന്താണ് ഇസ്രായേലിന്റെ പ്രശ്നം? എന്താണ് ഈ കാലഘട്ടത്തിന്റെ പ്രശ്നം? വചനം യഥേഷ്ടമുണ്ട്. നമ്മളെക്കാൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു പടിഞ്ഞ ഇസ്രായേൽ. ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വായിൽ നിന്ന് മുഖതാവിൽ കേൾക്കാൻ ഭാഗ്യം സിദ്ധിച്ചവർ. മലമുകളിൽ ദൈവശബ്ദം, താഴ്വരയിൽ ദൈവശബ്ദം, ദൈവദാസന്മാരുടെ ദൈവശബ്ദം, ദൈവം തന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ദൈവശബ്ദം എന്ന് വേണ്ട പരിപൂർണമായ ദൈവവചനം യഥേഷ്ടമായി കേൾക്കപ്പെടുവാൻ ഭാഗ്യം കിട്ടിയ പടിഞ്ഞ ഇസ്രായേൽ. പക്ഷെ എന്താ സംഭവിച്ചത്? വചനം കേൾക്കപ്പെട്ടു. വചന ദാരിദ്ര്യം ഉൽപ്പത്തിയിൽ ഇല്ലായിരുന്നു. വചന ദാരിദ്ര്യം പുറപ്പാടിലില്ലായിരുന്നു. വചന ദാരിദ്ര്യം ആദ്യത്തെ 4 പുസ്തകങ്ങളിലുമില്ല. എന്നാൽ ആവർത്തനത്തിലേക്ക് വന്നപ്പോൾ, കൽപ്പനകളെ ക്രോഡീകരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാ വിളിച്ചു പറയുകയാണ്, വചനം കേട്ടാൽ പോരാ, വചനം കണ്ടാൽ പോരാ, വചനം വായിച്ചാൽ പോരാ, വചനം ഹൃദയത്തിലിരിക്കണം. എത്ര പേർ സന്തോഷിക്കുന്നുണ്ട്? ഈ വചനം ഹൃദയത്തിലാണ്. നമ്മൾ ചിന്തിക്കുന്ന സബ്ജക്റ്റ് മറക്കരുത്. ദൈവത്തിന്റെ വെളിപ്പാടുകൾക്ക് മനുഷ്യരുടെ പ്രതികരണത്തിന് ദൈവം നൽകുന്ന അനുഗ്രഹമാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ പ്രതികരിച്ചാൽ എങ്ങനെ പ്രതികരിക്കുന്നത്? സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട ദൈവവചനം ഹൃദയത്തിൽ ഇരിപ്പിടം കൊടുത്താൽ നമ്മൾ അതിനോട് പ്രതികരിച്ചിരിക്കുക. കേൾക്കുന്നവരല്ല പ്രതികരിക്കുന്നത്, കാഴ്ചക്കാരല്ല പ്രതികരിക്കുന്നത്, വായിക്കുന്നവരല്ല പ്രതികരിക്കുന്നത്, കൊണ്ടു നടക്കുന്നവരല്ല പ്രതികരിക്കുന്നത്, ഷെൽഫിൽ വെച്ചിരിക്കുന്നവരല്ല പ്രതികരിക്കുന്നത്, വചനം ഭിത്തിയിൽ എഴുതിയിരിക്കുന്നവരല്ല പ്രതികരിക്കുന്നത്, കട്ടളക്കാലിൽ ഉറപ്പിച്ചവരല്ല പ്രതികരിക്കുന്നത്, ഹൃദയത്തിൽ ഉറപ്പാക്കിയവരാ പ്രതികരിച്ചവർ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇന്ന് രാത്രിയിൽ വചനം ഭിത്തിയിൽ എഴുതിയതിനേക്കാൾ, വചനം നിന്റെ റൂമിന്റെ ഷെൽഫിൽ ധാരാളമായിരിക്കുന്നതിനേക്കാൾ, നിന്റെ ഡ്രോയിങ് റൂമിൽ വിലപിടിപ്പുള്ള വചനം വെക്കുന്നതിനേക്കാൾ, എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, സഹോദര സഹോദരി, നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് രാത്രി തീരുമാനിക്ക്, എന്റെ വീട്ടിൽ ഷെൽഫിൽ ഇരിക്കുന്ന വചനം എന്റെ ഹൃദയത്തിൽ ഇരിക്കുമെന്ന് നീ ഇന്ന് രാത്രിയിൽ തീരുമാനിച്ചാൽ ഒരത്ഭുതം നിന്റെ കുടുംബത്തിൽ നടക്കാൻ പോകുകയാ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ദൈവവചനത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ദൈവവചനത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുക. സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ട ദൈവവചനം സഹോദരൻ നിന്റെ ഹൃദയത്തെ കടക്കട്ടെ. നാളുകളെ നിന്നെ അലട്ടുന്ന രോഗത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ നിന്റെ ശരീരം വിട്ട് മാറാൻ പോകുകയാ. In Jesus' name. ഇപ്പോൾ തന്നെ വിടുതൽ നടക്കട്ടെ. ദൈവവചനം വചനത്തിലിരുന്നാൽ അത്ഭുതം നടക്കത്തില്ല. ഹൃദയത്തിലുണ്ടോ നിന്റെ മാറാ രോഗം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിട്ടു മാറാൻ പോകുകയാ. വചനം ഹൃദയത്തിലുണ്ടോ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പിശാചിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിട്ടുമാറാൻ പോകുകയാ.
ഊടമന ഹസ്തൽ പ്രവർത്തുനി. വചന ഹൃദയത്തിൽ കടകട്ടെ, വചന ഹൃദയത്തിൽ കടകട്ടെ. കർത്താവ് വ്യക്തികളെ തൊട്ടുകൊണ്ടിരിക്കുക. ആ പിറകിലിരിക്കുന്നവർ ദൈവത്തിന്റെ വചനത്തോട് പ്രതികരിച്ചാട്ട്, സഹോദരിമാർ ദൈവവചനത്തോട് പ്രതികരിച്ചാട്ട് നിന്നെ തകർക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് സാധ്യമല്ല. വചന ഹൃദയത്തിൽ കടകട്ടെ. വചനം ബൈബിളിൽ നിന്ന് ഹൃദയത്തിലോട്ടൊന്ന് രാത്രിയിൽ കടക്കപ്പെട്ടാൽ അതിന്റെ ശക്തിയാൽ നിന്റെ ആണ്ടുകളായി പോരാടുന്ന പൈശാചിക ബന്ധനങ്ങൾ നിന്റെ ശരീരത്തിൽ ഇപ്പോഴത്തെ വിട്ടുപോകുകയാ. യെസ് യെസ് യെസ്, ഇപ്പോൾ നടക്കട്ടെ, ഇപ്പോൾ അത് സംഭവിക്കട്ടെ. കരങ്ങൾ തട്ടി ദൈവത്തെ ആരാധിച്ചാട്ട്, കരങ്ങൾ തട്ടി ദൈവവചനത്തോട് പ്രതികരിക്കട്ടെ. പ്രതികരിക്കുന്നവർക്ക് റിവാർഡുണ്ട്, പ്രതികരിക്കുന്നവർക്ക് റിട്ടേൺ ഉണ്ട്, പ്രതികരിക്കുന്നവർക്ക് ഒരു വിടുതലുണ്ട്, പ്രതികരിക്കുന്നവർക്ക് അനുഗ്രഹമുണ്ട്. ഓ റിബാഖന റസേഖേരേദേ റിബാന റസേതുന റഖറദന. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിടുതൽ ഏറ്റെടുക്കുകയാ. തിരുവെഴുത്തിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞാൽ വഴിതെറ്റി പോകയില്ല. പഴയ ഇസ്രായേലിന് വചനത്തോടുള്ള പ്രതികരണത്തിന് ദൈവം കൊടുത്ത റിട്ടേൺസ്, റിവാർഡ്, പ്രതിഫലം എന്തായിരുന്നു? ആർക്കും കാണുവാൻ കഴിയാത്ത, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത മനോഹര ദേശമായ കനാന്റെ അനുഭവം അവർക്ക് കൊടുത്തു. ആമേൻ. എന്താ പുതിയ നിയമ ഇസ്രായേലായ നമുക്കുള്ള പ്രതിഫലം? കേവലം കനാൻ നാടല്ല, പാലും തേനും ഒഴുകുന്ന അനുഗ്രഹമല്ല. ന്യായശാസ്ത്രിയോട് യേശു പറയുന്ന മറുപടി ശ്രദ്ധിക്കാം. അതിന്റെ 33, 34 വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സകല സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയത് തന്നെ എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞേ? ന്യായശാസ്ത്രി പ്രതികരിക്കുക. ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടിനോട് പ്രതികരിച്ചവൻ പറയുകയാണ്, ഒരുവൻ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നതും കൂട്ടുകാരനെ തന്നെ പോലെ സ്നേഹിക്കുന്നതും സർവാംഗ ഹോമയാഗങ്ങളെക്കാൾ വിലയേറിയതാ. എന്താ യേശു അവനോട് പറഞ്ഞ മറുപടി? അതാ നമ്മുടെ ചിന്ത. എന്താ യേശു പറയുന്നത്? നീ ദൈവരാജ്യത്തിൽ നിന്ന് അകന്നവനല്ല. ആമേൻ. വചനത്തോട് പ്രതികരിച്ചവനോട് ദൈവം കൊടുക്കുന്ന റിവാർഡാണ്. വചനം ഹൃദയത്തിൽ സ്ഥാപിക്കപ്പെട്ടവനോട് ദൈവം കൊടുക്കുന്ന റിവാർഡ് ഇന്ന് രാത്രി മനസ്സിലാക്കാൻ പോകുകയാ. ന്യായശാസ്ത്രി വചനത്തെ തിരിച്ചറിഞ്ഞു, ന്യായശാസ്ത്രി വചനത്തെ വ്യാഖ്യാനിച്ചു, ന്യായശാസ്ത്രി തൊഴിൽപരമായി അതിനെ മുറിച്ചെടുത്ത് സാമൂഹിക ജീവിതത്തിൽ പ്രതിബദ്ധത കാണിച്ച് വെളിപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ദൈവം അവനോട് പറയുകയാണ്, ദൈവരാജ്യത്തിന് നീ അകന്നവനല്ല എന്ന് വെച്ചാൽ നീ അടുത്തവനാ. അകത്തവൻ, അകത്തുള്ളവൻ എന്ന് യേശു പറഞ്ഞില്ല. എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ പറഞ്ഞ മനസ്സിലായോ? പ്രതികരിച്ചു. എങ്ങനെ പ്രതികരിച്ചേ? കർത്താവേ, ഇത് നല്ലതാ. സർവാംഗ ഹോമയാഗങ്ങളെക്കാളും വിലയേറിയതാണ് ദൈവസ്നേഹം, സർവാംഗ ഹോമയാഗങ്ങളെക്കാളും വിലയേറിയതാണ് കൂട്ടുകാരനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞവനോട് യേശു പറഞ്ഞത് നീ ദൈവരാജ്യത്തിന്റെ അംശിയാണെന്നല്ല, അടുത്തവനാ. അടുത്തവനാകാനല്ല നിന്നെ വിളിച്ചത്, അകത്തുള്ളവനാകാനാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അറിഞ്ഞാൽ അടുത്തവനാകും, ഹൃദയത്തിലുണ്ടെങ്കിൽ അകത്തുള്ളവനാകും. സന്തോഷമുള്ളവർ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവവചനത്തിന്റെ ശക്തി, തിരുവെഴുത്തിന്റെ ശക്തി, ദൈവത്തിന്റെ വചനം നീ അറിഞ്ഞാൽ, നീ തിരിച്ചറിഞ്ഞാൽ ദൈവരാജ്യത്ത് അടുത്ത് നിൽക്കുന്നവനാ. അടുത്ത് നിൽക്കാനല്ല സഹോദരി നിന്നെ ദൈവം വിളിച്ചത്, അകത്തിരിപ്പാനാ. ദൈവരാജ്യത്തിന്റെ അകത്ത് ഇന്ന് രാത്രി കടക്കണമോ? വചനം ഹൃദയത്തിൽ പാകപ്പെടണം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? അടുത്തവൻ 10 വർഷം കഴിഞ്ഞാൽ തിരിച്ചു പോകും, അകത്ത് കയറിയവൻ 10 വർഷം കഴിഞ്ഞാലും തിരിച്ചു പോകത്തില്ല. ദൈവവചനത്തെ അടുത്തറിഞ്ഞവർ, ശ്രദ്ധിക്കണേ, ദൈവവചനത്തെ അടുത്തറിഞ്ഞ സഹോദരി, ഹസ്ബൻഡ് മരിച്ചാൽ നീ തിരിച്ചു പോകും. അകത്തറിഞ്ഞവളാണോ നീ? ഹൃദയത്തിനുള്ളിലുണ്ടോ? ആര് മരിച്ചാലും ദൈവത്തിന്റെ സ്നേഹത്തോട് നിന്നെ അടർത്തി മാറ്റാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് സാധ്യമല്ല. വിശ്വസിക്കുന്നുണ്ടോ?
ഈ കാലഘട്ടത്തിന്റെ പ്രശ്നമായി ഞാൻ വിളിച്ചു പറയുന്നത്, അത്ഭുതം കണ്ട് കർത്താവിനെ സേവിക്കാൻ നീ ഇറങ്ങിത്തിരിച്ചാൽ അത്ഭുതമില്ലാത്ത നാളിൽ കർത്താവിനോട് വഴി പറയും. അത്ഭുതമല്ല വചനം അറിഞ്ഞ് കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ അത്ഭുതം നടന്നില്ലെങ്കിലും, രോഗം സൗഖ്യമായില്ലെങ്കിലും, വിടുതൽ നടന്നില്ലെങ്കിലും, എല്ലാവരും തള്ളി പറഞ്ഞാലും നീ കർത്താവിനെ തള്ളി പറയുകയില്ല. എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? ഇന്ന് രാത്രി എത്ര പേർക്ക് ആ തീരുമാനമുണ്ട്? കടഭാരം മാറി കർത്താവിനെ കണ്ടുമുട്ടി കടഭാരം മാറ്റുന്നവനാ മാത്രമാ ദൈവമെന്ന് വചനം നീ തിരിച്ചറിഞ്ഞാൽ വീണ്ടും കടഭാരം വരുമ്പോൾ ദൈവത്തെ വിട്ട് നീ പിന്നാലെ പോകും, ലോകത്തിന്റെ പിന്നാലെ പോകും. കടഭാരത്തെ മാറ്റുന്നവൻ മാത്രമല്ല എൻ്റെ ദൈവം, ഇല്ലായ്മയുടെ നാടുകളിലും കരം പിടിച്ചു നിർത്തുവാൻ എൻ്റെ ദൈവം ശക്തനാണെന്ന് വചനം ഹൃദയത്തിൽ കടന്നു നിന്ന് ഈ ലോകത്തിലെ ഒരു കടബന്ധനത്തിനും ദൈവ സ്നേഹത്തിന് പിടിച്ചു മാറ്റാൻ സാധ്യമല്ല. ചിലർ കർത്താവിന്റെ രാത്രി തൊടുകയാ, അത്ഭുതം കണ്ട് കർത്താവിന്റെ പാദപീഠത്തിൽ വന്നിട്ട് ഇപ്പോഴത്തെ പ്രശ്നം നിന്നെ അലട്ടുന്നുണ്ട്. സഹോദര, വേദനിക്കരുത്. ഈ പ്രശ്നം ദൈവം അറിഞ്ഞു വന്നതാണെങ്കിൽ അതിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി ഇറങ്ങാൻ പോകുകയാ. വിടുതൽ കണ്ട് കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് പ്രതികൂലത്തിന്റെ നടുവിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നറിയാതെ ഭാരപ്പെടുന്ന ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന സഹോദരി, ഇന്ന് രാത്രി നീ കുഴങ്ങിപ്പോകരുത്. നിന്നെ തകർക്കാനല്ല, നിന്നെ പണിതെടുക്കുവാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. വചനം ഹൃദയത്തിൽ കടകട്ടെ, വചനം ഹൃദയത്തിൽ കടകട്ടെ, വചനത്തിന്റെ ശക്തി നിന്റെ ഹൃദയത്തിൽ കടകട്ടെ, തിരുവെടുത്തിന്റെ ശക്തി നിന്റെ ഹൃദയത്തിൽ കടകട്ടെ. അത്ഭുതങ്ങൾ കുടുംബങ്ങളിൽ നടക്കാൻ പോകുക. അത്ഭുതത്തിന്റെ ശക്തി ഗ്രൗണ്ടിലുണ്ട്. ഇന്ന് രാത്രിയിൽ പ്രതികൂലത്തോടെ വന്ന ചില വ്യക്തികളെ ദൈവവചനത്തിന്റെ ശക്തിയാൽ വിടുതലോടുകൂടെ ഇന്ന് രാത്രി ദൈവാത്മാ പറഞ്ഞയക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ആ പൈശാചിക ശക്തികൾ ഇപ്പോൾ തന്നെ വിട്ടുപോകട്ടെ. ദൈവവചനം നിന്റെ ഹൃദയത്തിൽ ഉറപ്പിക്കാതെ കേട്ട് 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 പിന്നെയും കേട്ടുകൊണ്ടിരുന്നിട്ടും അകത്തകത്തകത്തകത്തു വേരോട്ടം കിട്ടാതെ നിന്റെ ഉള്ളിൽ പാകപ്പെടുന്ന വചനത്തെ പിഴുതുകളയുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുകയാണ്. ഹൃദയത്തിൽ ഹൃദയത്തിൽ വചനം, വചനം ഹൃദയത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതം പ്രാപിച്ച് ചിലർ എഴുന്നേൽക്കട്ടെ. ചിലർ ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിച്ച് എഴുന്നേൽക്കാൻ പോകുകയാ. രോഗശാന്തിയെ പ്രാപിച്ച് എഴുന്നേൽക്കാൻ പോകുകയാ. വചനം അകത്ത് കടന്നാൽ അന്ധകാരം പുറത്തു പോകും. വചനം അകത്ത് കടന്നാൽ രോഗബന്ധനം പുറത്തു പോകും. വചനം ഹൃദയത്തിൽ കടന്നാൽ മാലിന്യങ്ങൾ പുറത്തു പോകും. വചനം അകത്ത് കടന്നാൽ അന്യ ആരാധന ശക്തികൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകും. വചനം ഹൃദയത്തിൽ കടന്നാൽ നിന്റെ ഉദര സംബന്ധമായ ബന്ധനങ്ങൾ ഇപ്പോൾ തന്നെ പുറത്തു പോകും. വചനം ഹൃദയത്തിൽ കടന്നാൽ യെസ് 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 വിശ്വാസത്തോടെ ഏറ്റെടുത്താട്ട് മാരക രോഗങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകുകയാ. ഇൻ ജീസസ് നെയിം ചില പൈശാചിക ശക്തികൾ ചില ശരീരങ്ങളിൽ തോറ്റോടുകയാ. ഇപ്പോൾ തന്നെ വിടുതലുണ്ട്. നിന്റെ ശരീരത്തിന്റെ ദൈവശക്തി ഇറങ്ങുകയാ. നിന്റെ ശരീരത്തിന്റെ ദൈവാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങുന്നു. ഉടലം ബലാജകനം ശൈലലക്ഷാതിരി അസ്തരാജകൽക്കജന ഭക്ഷബല പ്രവർത്തന. ആരും മൗനമായിരിക്കരുത്. വിശ്വാസത്തോടെ വിടുതൽ ഏറ്റെടുത്താട്ട്, ദൈവശക്തി ഏറ്റെടുത്താട്ട് സഹോദര നിന്നെ കർത്താവ് തൊടുകയാ. ദൈവവചനത്തിന്റെ ശക്തിയുടെ ആഴത്തിലേക്ക് ഇന്ന് രാത്രി കർത്താവ് നിന്നെ കൊണ്ടുപോകാൻ പോകുകയാ. കൽപ്പനകൾ തകർക്കാനല്ല, കൽപ്പനകൾ പണിതെടുക്കാനാ. കൽപ്പനകൾ തകർക്കാനല്ല, കൽപ്പനയോട് പ്രതികരിക്കാനാ. കൽപ്പനകൾ വെളിപ്പാട് മാത്രം പോരാ, പ്രതികരിക്കുക. അനുഗ്രഹമുണ്ട്, പ്രതികരിക്കുക. ദൈവരാജ്യത്തിന്റെ അവകാശിയാകാൻ പോകുകയാ. ഓ അടുത്തിരിക്കരുത്. അകന്നവർ ഇന്ന് രാത്രി ചിലർ അടുത്തു വരട്ടെ. അടുത്തിരുന്നവർ അകത്ത് പ്രവേശിക്കട്ടെ. അകന്നവർ അടുത്തു വരട്ടെ. അടുത്തിരുന്നവർ അകത്ത് കയറട്ടെ. അകന്നവർ അടുത്തു വരട്ടെ. അടുത്തിരിക്കുന്നവർ അകത്തു കടക്കട്ടെ. ഇപ്പോൾ തന്നെ ദൈവവചനത്തിന്റെ ശക്തി വിടുതലായി വെളിപ്പെടുവാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വചനം ഹൃദയത്തിൽ ഇന്ന് രാത്രിയിൽ ഇറങ്ങപ്പെടുമ്പോൾ ദൈവവചന ശക്തിയാൽ അത്ഭുതങ്ങൾ ഈ ഗ്രൗണ്ടിൽ വെളിപ്പെടുകയാ. രോഗികൾ സൗഖ്യമാകട്ടെ. സൗഖ്യം പ്രാപിച്ച് എഴുന്നേൽക്കാൻ പോകുകയാ. വിടുതൽ പ്രാപിച്ചത് എഴുന്നേൽക്കാൻ പോകുകയാ. രോഗത്തോടെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ വചനത്തിന്റെ ശക്തിയാൽ, വചനത്തിന്റെ അധികാരത്താൽ ഇപ്പോൾ തന്നെ അസ്ഥികളിൽ വിടുതൽ പ്രാപിച്ചത് എഴുന്നേൽക്കാൻ പോകുകയാ. Right now പ്രതികരിച്ചാട്ട് ആ രോഗം നിന്റെ ശരീരത്തിലില്ല. നീ വിശ്വാസത്തോടെ എഴുന്നേൽക്കാൻ പോകുകയാ. ആ രോഗം നിന്റെ ശരീരത്തിലില്ല. വിശ്വാസത്തോടെ എഴുന്നേറ്റാട്ട്. അത്ഭുതങ്ങൾ നടക്കുന്നു. നീ എഴുന്നേറ്റാട്ട്. അത്ഭുതങ്ങളെ കാണുവാൻ എഴുന്നേറ്റാട്ട്. ദൈവശക്തി ഇപ്പോൾ തന്നെ വെളിപ്പെടുന്നു. വിശ്വാസ പ്രഖ്യാപനം നടത്തിക്കാട്ട്. ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമായി എഴുന്നേൽക്കട്ടെ. ഇപ്പോൾ തന്നെ ദൈവശക്തി ഇറങ്ങുകയാ. ദൈവശക്തിയുടെ വ്യാപാരം ഇറങ്ങുകയാ. അന്ധകാര ശക്തികൾ ഇപ്പോൾ തന്നെ തകരപ്പെടുകയാ. ദൈവവചനത്തിന്റെ അധികാരത്താൽ രോഗികൾ സൗഖ്യമാകുന്നു.
ഇപ്പോൾ 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 നീ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ദൂരവേ ആയിരിക്കുന്നതിന് ഹസ്ബൻഡിന്റെ ജോലി മണ്ഡലത്തിൽ ഒരത്ഭുതം ഇപ്പോൾ തന്നെ നടക്കാൻ പോകുകയാ. ഒരു ദൈവപ്രവൃത്തി ഇപ്പോൾ തന്നെ വെളിപ്പെടാൻ പോകുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അന്ധകാരത്തിന്റെ അധികാരങ്ങൾ ഇപ്പോൾ തന്നെ തകരട്ട്. വിടുതന്റെ ശക്തി വെളിപ്പെടുന്നു. വിടുതൽ പ്രാപിക്കുന്നവർ എഴുന്നേറ്റാട്ട്, സൗഖ്യം പ്രാപിക്കുന്നവർ എഴുന്നേറ്റാട്ട്. ഇപ്പോൾ തന്നെ ദൈവവചനത്തിന്റെ ശക്തിയാൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ഉറപ്പുള്ളവർ എഴുന്നേൽക്കപ്പെടട്ടെ. അന്ധകാരത്തിന്റെ അധികാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ തകരാൻ പോകുകയാ. കരങ്ങളടിച്ച് 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 കരങ്ങൾ തട്ടി ശക്തിയോട് ദൈവവചനത്തിന്റെ വിടുതൽ വെളിപ്പെടട്ടെ. ഏറ്റവും ഏറ്റവും അത്ഭുതകരമായ അനുഭവങ്ങൾ നിന്റെ ശരീരത്തിൽ വെളിപ്പെടുകയാ. ആ ഫ്രണ്ടിൽ ഒന്നാമതിരിക്കുന്ന സഹോദരിയെ കർത്താവ് തൊടുകയാ. നിന്റെ കുടുംബത്തോട് പോരാടുന്ന അന്ധകാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ തകരുന്നു. ഒരു വിടുതൽ നിന്റെ കുടുംബത്തിൽ ഇപ്പോൾ തന്നെ നടക്കുന്നു. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് ഉറക്കെ പറയേണ്ടതിന്, ഉച്ചത്തിൽ പറയേണ്ടതിന് ഒരു ദൈവശക്തി നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുകയാ. വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക. ഇപ്പോൾ ഇപ്പോൾ ഊടകരാജന വൈശാരകന ദൈവവചനത്തിന്റെ ശക്തിയുടെ അധികാരത്തെ തടസ്സപ്പെടുത്തുന്ന, തിരുവെഴുത്തിന്റെ ശക്തി ഹൃദയത്തിൽ ഉറപ്പിക്കാതെ അധികാരം പറയുന്ന അന്ധകാരത്തിലെ പോരുകൾ ഇപ്പോൾ തകരുവാൻ. യെസ് 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 യെസ്. കൂടവരാജല വൈഷവരാജല ഭൈടകരാജല ഹസ്താരകന ഹട്ടുല ഭേദം ഭൈഡൽ കജനം ഹസ്തകരക്ഷക സൈതകരാജം. വിടുതന്റെ ശക്തി ഇറങ്ങട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ. നിന്റെ വിവാഹത്തെ മുടക്കുന്ന, നിനക്ക് വരുന്ന ആലോചനകളെ തകർത്തു കളയുന്ന അന്ധകാരത്തിന്റെ അധികാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിട്ടുമാറുവാൻ. യേശുവിന്റെ നാമത്തിലെ ബന്ധനം അഴിയപ്പെടുവാൻ. യേശുവിന്റെ നാമത്തിലെ ബന്ധനം അഴിയപ്പെടുവാൻ. അത്ഭുതങ്ങൾ ഇപ്പോൾ തന്നെ നടക്കട്ടെ. ഇപ്പോൾ തന്നെ വിടുതൽ വെളിപ്പെടട്ടെ. ഊടകരാജല നിന്റെ കുടുംബത്തിലെ തലമുറകളെ രണ്ട് തട്ടാക്കി ഒന്നപക്ഷമുണ്ടാക്കിയ അന്ധകാര ശക്തി ഇപ്പോൾ തന്നെ വചനശക്തിയാൽ മാറിപ്പോകാൻ പോകുകയാ. നീ ഗ്രൗണ്ടിൽ സാക്ഷ്യം പറയാൻ പോകുകയാ. ഇപ്പോൾ തന്നെ വിടുതൽ വെളിപ്പെടട്ടെ. തിരുവെഴുത്തിനോട് പ്രതികരിക്കാൻ കഴിയാതെ അകന്നു പോകപ്പെട്ട ചില വ്യക്തികൾ ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട് തിരിച്ചു വരാൻ പോകുകയാ. എത്ര പേർ തീരുമാനമെടുക്കുന്നുണ്ട്? യേശുവിന്റെ നാമത്തിൽ വിടുതൽ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നടക്കട്ടെ. ഒരത്ഭുതം ഇപ്പോൾ തന്നെ നിന്റെ ശരീരത്തിൽ ഇറങ്ങി വരികയാ. ദൈവശക്തി നിന്റെ ശരീരത്തിൽ ഇറങ്ങുകയാ. ദൈവരാജ്യം, ദൈവരാജ്യത്തിന്റെ അവകാശികളാക്കാൻ ഇന്ന് രാത്രി കർത്താവ് ചിലരെ വിളിക്കുന്നു. ദൈവരാജ്യത്തിന്റെ അവകാശികളാകുവാൻ ഇന്ന് രാത്രി തീരുമാനിച്ചാട്ട്, ദൈവരാജ്യത്തിന്റെ അവകാശിയാകുവാൻ ഒരു പൂർണ്ണ തീരുമാനമെടുത്താട്ട്, വചനം കേട്ടവള് വചനം ഹൃദയത്തിൽ ഉറയ്ക്കപ്പെടട്ടെ. ആത്മനിറവിൽ ദൈവത്തെ ആരാധിച്ചാട്ട് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഗ്രൗണ്ടിലുണ്ട്. ആരും മൗനമായിരിക്കരുത്. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നവർ എഴുന്നേറ്റ് നിന്നാട്ട്, ദൈവാത്മാവ് പ്രേരിക്കുന്നവർ എഴുന്നേൽപ്പിച്ചു നിൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതന്റെ ശക്തി നിന്റെ ശരീരത്തെ ഇറങ്ങാൻ പോകുകയാ. എഴുന്നേറ്റ് നിന്ന് ആരാധിക്കാൻ താല്പര്യമുള്ളവർ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിക്കട്ടെ. ദൈവിക വിടുതൽ ഇപ്പോൾ തന്നെ സംഭവിക്കപ്പെടുന്നു. ആമേൻ 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 ആമേൻ. അത്ഭുതം അത്ഭുതം അത്ഭുതം. വചനത്താൽ അത്ഭുതം, വചനത്താൽ വിടുതൽ, വചനത്തിന്റെ ശക്തിയാൽ അനുഗ്രഹം, വചനത്തിന്റെ ശക്തിയാൽ രോഗശാന്തി. ഇപ്പോൾ തന്നെ പുറകെ നിൽക്കുന്ന സഹോദരങ്ങളെ കർത്താവ് തൊടുന്നു. ഒരു വലിയ വിടുതൽ ഇപ്പോൾ തന്നെ ഇവിടെ ഇറങ്ങുകയാ. ദൈവിക ശക്തിയുടെ അധികാരത്താൽ യേശുവിന്റെ നാമത്തിൽ അത്ഭുതം ഇപ്പോൾ തന്നെ കാണുവാൻ തയ്യാറായിട്ട്, അതിന് വിരുദ്ധമായി, അതിന് തടസ്സമായി പോരാടുന്ന ശത്രുവിന്റെ കോട്ടകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിട്ടുപോകുകയാ. നിന്റെ ജോലി മണ്ഡലത്തിലെ തടസ്സങ്ങൾ മാറുകയാ. നിന്റെ മകന്റെ ഭാവിയെ കുറിച്ചുള്ള കലക്കം യേശുവിന്റെ നാമത്തിൽ അത് വിട്ടുപോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. തിരുവെഴുത്തിന്റെ ശക്തി, ദൈവവചനത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി തിരിച്ചറിയട്ടെ. കൽപ്പനകളെ അനുസരിച്ച്, കൽപ്പനകളോട് പ്രതികരിക്ക്. ആമേൻ 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 ആമേൻ. ഇന്ന് രാത്രി രോഗശാന്തി ഇപ്പോൾ തന്നെ ശരീരത്തെ പ്രവേശിക്കട്ടെ. വിശ്വസിച്ചാട്ട് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കപ്പെടുമ്പോൾ ഒരത്ഭുതം ഇപ്പോൾ തന്നെ നടക്കാൻ പോകുകയാ. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാ. രോഗശാന്തി ആഗ്രഹിക്കുന്നവർ, വിടുതൽ ആഗ്രഹിക്കുന്നവർ, അത്ഭുതം പ്രതീക്ഷിക്കുന്നവർ വിശ്വാസത്തോടെ നിന്റെ കാലുകൾ മുന്നോട്ട് വെച്ച് മുന്നോട്ട് കടന്നു വന്നാട്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാ. രോഗശാന്തി ആഗ്രഹിക്കുന്നവർ മുന്നോട്ട് വന്നാട്ട്, മടിച്ചു നിൽക്കാതെ മുന്നോട്ട് വന്നാട്ട് ഇപ്പോൾ തന്നെ ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടുകയാ. അത്ഭുതങ്ങൾ ഇപ്പോൾ തന്നെ നടക്കുക. വിശ്വാസത്തോടെ നീ കാലെടുത്തു വെക്കുന്ന ഈ നേരത്ത് തന്നെ ദൈവിക വിടുതലുകൾ സംഭവിക്കപ്പെടുക. യെസ്, മുന്നോട്ട് വന്നാട്ട്
യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ഇപ്പോൾ തന്നെ നടക്കട്ടെ. അന്ധകാര ശക്തികൾ ഇപ്പോൾ തന്നെ തകരട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്കൊരു വിടുതൽ ആവശ്യമാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മുന്നോട്ട് വന്നാട്ടെ. ദൈവദാസന്മാർ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ദൈവവചനത്തിന്റെ ശക്തിയാൽ ഒരു വിടുതൽ ഇപ്പോൾ തന്നെ സംഭവിക്കാൻ പോകുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ പ്രശ്നത്തിന് ഒരു വിടുതൽ ആവശ്യമാണ് ആഗ്രഹിക്കുന്നവർ ദൈവവാദവനത്തെ സമർപ്പിക്കപ്പെട്ട് ഇന്ന് രാത്രി ഏൽപ്പിക്കപ്പെട്ട് മുന്നോട്ട് വരുവാൻ തയ്യാറായ ഒരു ദൈവ പ്രവൃത്തി ഗ്രൗണ്ടിൽ വെളിപ്പെടാൻ പോകുക. മൗനമായിരിക്കരുത്. വിശ്വാസത്തോടെ മുന്നോട്ട് വന്നോട്ട് ദൈവശക്തി വെളിപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അന്ധകാരത്തിന്റെ അധികാരങ്ങൾ ഇപ്പോൾ തന്നെ തകരപ്പെടുവാൻ രക്തത്താലും വചനത്താലും ശത്രുവിന്റെ പോരുകൾ തകരട്ടെ. ദൈവദാസന്മാർ പ്രാർത്ഥിക്കാൻ പോകുക. കുഞ്ഞുങ്ങൾ വിടുതൽ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്നാട്ട്, സഹോദരന്മാർ മുന്നോട്ട് വന്നാട്ട്. ദൈവം നിന്നെ തൊടുകയാ. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ആ സഹോദരനെ തൊടുന്നു. ഒരത്ഭുതം ഇപ്പോൾ തന്നെ വെളിപ്പെടുന്നു. ദൈവാത്മാവിന്റെ അധികാരത്താൽ ഒരു വിടുതൽ ഇപ്പോൾ തന്നെ സംഭവിക്കപ്പെടുകയാ. ദൈവദാസന്മാർ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കട്ടെ. ദൈവാത്മാവിന്റെ ശക്തി ഇപ്പോൾ തന്നെ വെളിപ്പെടുവാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗശാന്തിയുടെ അധികാരം, ദൈവവചനത്തിന്റെ ശക്തിയാ നിന്റെ ശരീരത്തെ ബന്ധിച്ച സകല ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിട്ടുമാറാൻ പോകുകയാ. വിട്ടുപോകട്ടെ. ദൈവവചനത്തിന്റെ ശക്തികളുടെ അധികാരത്തെ ഇപ്പോൾ തന്നെ സൗഖ്യം വെളിപ്പെടട്ടെ. ഇപ്പോൾ തന്നെ അത്ഭുതം വെളിപ്പെടട്ടെ. നീ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഭവനത്തിൽ ഒരു അത്ഭുതം നടക്കാൻ പോകുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ ഒരു അത്ഭുതം നടക്കപ്പെടുക. യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതൽ ഇപ്പോൾ തന്നെ സംഭവിക്കപ്പെടുവാൻ എല്ലാവരും കരങ്ങൾ തട്ടി ദൈവത്തെ ആരാധിച്ചോട്ട്. ഈ വ്യക്തികളുടെ മേൽ ഇപ്പോൾ തന്നെ വിടുതൽ ഇറങ്ങുകയാ. ദൈവശക്തി ഇപ്പോൾ തന്നെ ഇറങ്ങുകയാ. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകുവാൻ, അന്ധകാര ശക്തികൾ അതിപ്പോൾ തന്നെ അഴിയപ്പെടുവാൻ, ഷുഗർ കംപ്ലൈൻസ് വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. നിന്റെ ഹൃദയവ്യാധി വിട്ടുപോകട്ടെ. പരിപൂർണ സൗഖ്യത്തിന്റെ അധികാരം, പരിപൂർണ വിടുതലിന്റെ ശക്തി ഇപ്പോൾ തന്നെ ശരീരത്തിൽ ഇപ്പോൾ തന്നെ ഇറങ്ങട്ടെ. ശരീരത്തെ വിടുതൽ നടക്കുന്നു. ദൈവശക്തിയുടെ വിടുതൽ ഇപ്പോൾ തന്നെ നടക്കുന്നു. അന്ധകാര കോട്ടകൾ ഇപ്പോൾ തന്നെ തകരുകയാ. ദൈവവചനത്തിന്റെ ശക്തി ഹൃദയത്തിൽ നേരോട്ടം കിട്ടിയ ദൈവവചനത്തിന്റെ ശക്തിയുടെ അധികാരത്താൽ ഒരത്ഭുതം ഇപ്പോൾ തന്നെ നടക്കാം. അപ്പുറകിലെ സഹോദരിമാരെ തൊടുകയാ. വിശ്വസിച്ചാട്ട് ഇന്ന് രാത്രി ഒരു മാറ്റമുണ്ട്. ഇന്ന് രാത്രി ഒരു വിടുതലുണ്ട്. നിന്റെ ശരീരത്തിൽ ഒരു വിടുതൽ ഇപ്പോൾ തന്നെ ദൈവാത്മാ വെളിപ്പെടുകയാ. ഏത് പ്രശ്നത്തോടെ നീ വന്നോ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിലവിൽ വെളിപ്പെടുകയാ. വിടുതൽ ജീവനജനം വിഗ്രഹ ആരാധന ശക്തികളുടെ പോരുകൾ അത് വിട്ടുപോട്ടെ. ശക്തിയോടെ ശക്തിയോടെ വിടുതൽ. ഇനി ആരെങ്കിലും മുന്നോട്ട് വന്നാട്ടോ. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. വിശ്വാസത്തോടെ ശക്തിയോടെ സൗഖ്യമാക്കുന്ന ദൈവം, ശക്തി ഇറങ്ങട്ടെ. കോട്ടകൾ ഇപ്പോൾ തകർന്നു പോകട്ടെ. യേശുവിന്റെ
പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ ദൈവം, ഇല്ലില്ല ദൈവവചനത്തിന്റെ ശക്തിയാണ് ഇപ്പോൾ തന്നെ വിടുതൽ ഇറങ്ങട്ടെ. പിതാവല്ലോ എന്താനന്ദം. പിതാവല്ലോ എന്താനന്ദം. യേശുവിന്റെ പുതിയ ദൈവകൃപ ദൈവത്തിന്റെ ആത്മാവിന്റെ അധികാരം ദൈവശക്തി 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 ഇറങ്ങട്ടെ. ആത്മാവിന്റെ അധികാരത്താൽ സകല അന്ധകാരം ആരാധന ശക്തികളുടെ ഫലവും ഇപ്പോൾ തന്നെ വിട്ടുമാറാം. എന്റെ ദൈവം ശക്തിയോടെ ദൈവശക്തി അഭിഷേകത്തിന്റെ ശക്തിയാണ് ദൈവശക്തി ഇറങ്ങട്ടെ. ദൈവിക അധികാരത്താൽ വിടുതൽ നടക്കട്ടെ. സകല വേദനകൾ വിട്ടുപോകുന്നു. നിന്റെ കുടുംബത്തെ അലട്ടിയ അന്ധകാരത്തിന്റെ അധികാരം കുടുംബത്തെ മാറുക. ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ ശക്തിയെ തകർത്തിടുവാൻ എഴുന്നള്ളും യേശു രാജാവാ. കർത്താവ് ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ കർത്താവിന്റെ ശക്തിയെ ശക്തിയോടെ യേശുവേ ഒന്ന് വാഴണമേ. ഇനി ഞാനല്ല എന്റെ ഹൃദയത്തിൽ രാജാവേ യേശുവേ വാഴണമേ. എന്റെ വചനം എന്റെ യേശുവേ ഒന്ന് വാഴണമേ. അവിടുത്തെ വചനം വാഴണമേ. എന്നിൽ രാജാവേ ഒന്ന് വാഴണമേ. രോഗങ്ങൾ മാറും, ചൂടങ്ങൾ ഒഴിയും, സങ്കടമെല്ലാം തകർന്നിടുമേ. പൊരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാവുന്ന അത്ഭുതം യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പുത്തൻ അഭിഷേകം പുതിയ ഭാഷകളാ പുതിയ ഭാഷകളാ ദിവരാജ യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം ചില വ്യക്തികൾ ഹൃദയങ്ങൾ വിട്ടുകൊടുക്കട്ടെ. ചില വ്യക്തികൾ ഹൃദയങ്ങൾ വിട്ടുകൊടുക്കുക. ദൈവാത്മാവിന്റെ ശക്തിയുടെ വിടുതൽ ഇപ്പോൾ വെളിപ്പെടുകയാണ്. രാത്രിയാ അത്ഭുതത്തിന്റെ രാത്രിയാ. ഇന്ന് രാത്രി പൂർണ്ണ തീരുമാനമെടുത്ത് ഇപ്പോൾ തന്നെ അത്ഭുതം നടക്കട്ടെ.
ഇന്ന് രാത്രി ഒരു പുതിയ തീരുമാനം, ഒരു പുതിയ പ്രതിഷ്ഠ ദൈവസന്നിധിയിൽ ഏറ്റെടുത്ത് ഇന്ന് വരെ കർത്താവിന് വേണ്ടി ഹൃദയങ്ങൾ വിട്ടുകൊടുക്കുവാൻ കഴിയാതെ വചനത്തിന്റെ വേരോട്ടം ലഭിക്കപ്പെടാത്ത ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുന്നെങ്കിൽ ഒരു പുതിയ തീരുമാനമെടുക്കുക. ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ഹൃദയം വിട്ടുകൊടുക്കുന്നു, അവൻ എൻ്റെ ഹൃദയത്തിൽ വാഴണം. അങ്ങനെ തീരുമാനിക്കുന്നവർ നിങ്ങളുടെ വലതുകരം ഉയർത്തിയാൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആ സഹോദരി കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പുറകിൽ ഉയർത്തിയ കരത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഉയർന്നിരിക്കുന്ന കരങ്ങൾ ഒരിക്കൽ കൂടെ ഉയർത്തി പിടിച്ചാട്ട് ഇന്ന് രാത്രി നിങ്ങളുടെ തീരുമാനത്തിന്മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വെളിപ്പെടുവാൻ, നിങ്ങളുടെ തീരുമാനം പരിപൂർണമെങ്കിൽ അത്ഭുതം വെളിപ്പെടുവാൻ, ഇന്ന് ദൈവരാജ്യത്തിന് അടുത്തവളല്ല, അടുത്തവനല്ല, നീ അകത്തുള്ളവളായി, അകത്തുള്ളവനായി ഇന്ന് രാത്രി വിടുതലോടെ കടന്നു പോകുവാൻ കർത്താവ് ഇടയാക്കാൻ പോകുക. അത് വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ കരങ്ങൾ തട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ ഓമന കുമാരൻ ഞങ്ങളുടെ രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കൂടി വരുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ കൂടി വന്ന സമയത്തിൽ ഇത്രത്തോളം നിന്റെ ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങൾ നിറച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസനിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കൾ ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ശക്തമായി ഞങ്ങളോട് സംസാരിച്ചതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ വചനം കരുതി ഹല്ലേലൂയ ജയകരമായ ക്രിസ്ത്യ ജീവിതത്തിനായി നിങ്ങളെ ഒരുക്കണമേ. ഇത് കേൾക്കപ്പെട്ട ദൈവവചനത്തിന്റെ പിന്നിൽ ഞങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതുവാൻ ഇടയാക്കുമാറാകണമേ. ലോകത്തിലുള്ള അത്ഭുതങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം ഒരു പാവി യേശുവിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. ഈ ദിവസങ്ങൾ നടക്കുന്ന യോഗ മുഖാന്തരം അനേകം പേര് സ്വർഗത്തിൽ എഴുതുവാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ ദാസനെ നീ ബലപ്പെടുത്തണമേ. തുടർന്നുള്ള യോഗങ്ങളെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ. ഇതിന് മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരും സഹായിക്കണം. വലിയ ആത്മീയ ഉണർവ് ദേശത്ത് അയക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപകളാലും അനുഗ്രഹങ്ങളാലും നിറച്ചാട്ട് നാമത്തെ മഹത്വപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും നമ്മളെല്ലാവരുടെ മേലും തുടർന്ന് നടക്കുന്ന യോഗങ്ങളോടുകൂടെയും ദൈവം ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസരോടുകൂടെയും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും